ഗൈസ്, ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക ഒരു അടിപൊളി എഗ്ഗ് ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നാടൻ മുട്ട വെച്ചിട്ട് ഒരു എഗ്ഗ് ഫ്രൈ ആണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനത് ഒരു 5 മുട്ടയാണ് എടുക്കുന്നത്. അപ്പോൾ 5 നന്നാക്കി വാഷ് ചെയ്ത് ഞാനത് കുറച്ച് വെള്ളത്തിൽ വെച്ചിട്ട് ഇതാദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. എഗ്ഗ് പുഴുങ്ങിയെടുക്കുമ്പോൾ നമ്മൾ കോഴിമുട്ട മുങ്ങുന്ന രീതിയിലുള്ള വെള്ളം വെച്ച് കൊടുക്കണേ. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതാ കുറച്ച് ഉള്ളിയൊക്കെ തോല് പൊളിച്ചെടുത്തിട്ടുണ്ട്. 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു 3 ചുള വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു വലിയൊരു ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പക്ഷെ കാണുമ്പോൾ ഇത് ചെറുതായിട്ടാണ് തോന്നുക. പിന്നെ മല്ലിച്ചപ്പ് ഇല്ലായിരുന്നു, അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് ആഫ്രിക്കൻ മല്ലിച്ചപ്പാണ് ഞാൻ പൊട്ടിച്ചെടുക്കുന്നത്. ഏകദേശം ഒരു 2-3 ഇല പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഒക്കെ വലുതാണ്. അപ്പോൾ നമ്മളതൊക്കെ കൊണ്ടുവന്നു. ഇനി നമുക്ക് ഉള്ളി അരിഞ്ഞെടുക്കുക. ഉള്ളി നമ്മൾ വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കണേ. ഇപ്പോൾ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് അരിയുന്നത്. നിങ്ങൾ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കണേ. അങ്ങനെ സവാള എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോൻ്റെ ഒരു പകുതി ഭാഗം നമുക്ക് ചെറിയ പീസാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി ഭാഗം കൊണ്ട് നമ്മളൊരു മസാല തയ്യാറാക്കാൻ പോവാണ്. പകുതി ഭാഗം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാണ്. 1 സ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് കുരുമുളകാണ് എടുത്തിട്ടുള്ളത്, മുഴുവൻ കുരുമുളകാണ്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഈ ടൊമാറ്റോൻ്റെ ജ്യൂസിൽ കിടന്നിട്ട് ഇത് നല്ല പേസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ എഗ്ഗൊക്കെ ഞാൻ തോല് പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. അതിന് വേണ്ടി ഗ്യാസ് എല്ലാം കത്തിച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചു. പാനൊന്ന് ചൂടായതിന് ശേഷം ആദ്യം നമ്മൾ എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച എഗ്ഗാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ കോഴിമുട്ടൻ്റെ മേലെ മുളകെല്ലാം ഇങ്ങനെ പുരണ്ടിരിക്കുക. ഓക്കെ, ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇതിങ്ങനെ പാനിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് ഉടയാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അങ്ങനെ ഒരു 2-3-4 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. സെയിം പാത്രത്തിലേക്ക് തന്നെ ഞാനിതാ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിതിൽ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ പോവാണ്. ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നന്നാക്കി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിലേക്ക് ഇനി ഞാൻ സവാളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, എല്ലാം നന്നാക്കി ഇതിലേക്ക് വടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ എഗ്ഗ് ഫ്രൈയിലേക്ക് ആവശ്യം വേണ്ട ഉപ്പെല്ലാം ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നന്നാക്കി വഴണ്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോയും പച്ചമുളകും ഒക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നാക്കി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് നമ്മുടെ ഉള്ളിയെല്ലാം നന്നാക്കി ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരു പാത്രം കൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കുക. ഏകദേശം ടൊമാറ്റോ ഒന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് മുളകൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാനിത് തുറന്ന് നോക്കി. ടൊമാറ്റോ ഒക്കെ നന്നാക്കി വെന്തിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശമൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ അരച്ചു വെച്ച മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളെല്ലാം ഇതിലേക്ക് വടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് നന്നാക്കി ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. എന്നിട്ട് നന്നാക്കി ഒന്ന് കൂട്ടി അമർത്തി വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഗരം മസാലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഞാനിതാ തുറന്ന് നോക്കി. നമ്മുടെ ഉള്ളിയൊക്കെ ഇതാ നന്നാക്കി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ച എഗ്ഗാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എഗ്ഗ് ഉള്ളിലിട്ടിട്ട് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നന്നാക്കി ഒന്ന് അമർത്തി വെച്ചിട്ട് എഗ്ഗിൻ്റെ മേലെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം അടച്ച് വെച്ചാൽ മതി. അതിനുശേഷം ഞാനിത് തുറന്ന് ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് നിന്ന് ഇറക്കി വയ്ക്കുക. അപ്പം നമ്മുടെ കിഡിലെ എഗ്ഗ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഗ്യാസെല്ലാം ഓഫാക്കി ഇറക്കി വെച്ച് ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിത് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. ഇത് പൊറോട്ടൻ്റെ കൂടെയും ചപ്പാത്തി അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കോമ്പാണ് കേട്ടോ. പക്ഷേ ഞാനിന്ന് ഉച്ചയ്ക്കത്തെ ചോറിനാണ് കേട്ടോ അത് കൂട്ടി കഴിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എഗ്ഗ് ഫ്രൈ പ്ലേറ്റിൽ കോരി വെച്ചിട്ടുണ്ട്. നമ്മളൊരു നെല്ലിക്കാണ് കേട്ടോ ഉപ്പിലിട്ടത് എടുത്തിട്ടുള്ളത്. അപ്പം ചെറിയ കോഴിമുട്ട ആയതുകൊണ്ട് 2 എടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി എടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുഴച്ചിട്ടൊന്ന് കഴിച്ചു കേട്ടോ എങ്ങനെയുണ്ടെന്ന് എന്നിട്ട് പറയാം. അപ്പം നമ്മൾ കഷ്ണം കോഴിമുട്ട എടുക്കട്ടെ. എന്നിട്ട് കുറച്ച് ഗ്രേവി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും കൂടെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ കഴിച്ചോക്കട്ടെ. സംഭവം ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നമ്മുടെ കിടിലൻ മസാല ഇതിലേക്ക് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്